മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യത്തിൽ കുറച്ച് വിട്ടുവീഴ്ച ചെയ്തു തരണം. അറിയാലോ ഇപ്പൊ അവിടുത്തെ ഇഷ്യൂസ്. ആ സ്ഥലത്തിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നവുമില്ല. പ്രമാണം നിങ്ങൾ കണ്ടതല്ലേ? അത് ശരിയാ. പക്ഷേ മൂന്നാറിൽ പുതിയ നിയമങ്ങളും ഓർഡിനൻസും ഒക്കെ വന്നിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് മേടിച്ചാ മതി. ഞങ്ങൾക്കിപ്പോ ആ സ്ഥലം വിൽക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അല്ല താരെ? ഇത്രയും സ്ഥലം ഒരുമിച്ച് നോക്കി നടത്താൻ പറ്റാത്തതുകൊണ്ട് വിൽക്കാൻ ആലോചിച്ചു തന്നെ. താരയുടെ സ്വത്തുക്കളാ. ഇതൊന്നും വെക്കാൻ സത്യത്തിൽ എനിക്ക് താല്പര്യമില്ല. പിന്നെ താര നിർബന്ധിക്കുന്നുണ്ടാ. 3 മാസം സാവകാശം തരണം. അതിനിടെ എപ്പോ വേണമെങ്കിലും നമുക്ക് ആധാരം നടത്താം. 3 മാസം എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. സിറ്റിയിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഞങ്ങൾ പണിയുന്നുണ്ട്. അതിന്റെ ആവശ്യങ്ങൾക്ക് പണം വേണം. അതെ, അല്ലാതെ എങ്ങനെയെങ്കിലും വിറ്റ് തീർക്കാന്ന് കരുതിയിട്ടല്ല ഞങ്ങൾ ഇത് വിൽക്കുന്നത്. പെട്രോൾ പമ്പിന്റെ രജിസ്ട്രേഷൻ ഈ ആഴ്ച നടത്തണം. ബാക്കിയെല്ലാം കുറച്ച് സാവകാശം മതി. 1-2 കാശാണോ? വലിയ എമൗണ്ട് അല്ലേ? എന്തായാലും 3 മാസം ഒന്നും തരാൻ പറ്റത്തില്ല. മാക്സിമം വന്നാൽ 30 ദിവസം. അത്രേ പറ്റത്തുള്ളൂ. ശരിയാ. ഈ അഗ്രിമെന്റിന്റെ കാലാവധി ഒന്നും നോക്കണ്ട. എത്രയും പെട്ടെന്ന് നമുക്ക് രജിസ്ട്രേഷൻ നടത്തണം. അതിനൊരു കുഴപ്പമില്ല. ആ എമൗണ്ട് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നാൽ മതി. ഉടനെ രജിസ്ട്രേഷൻ നടത്താം അല്ലേ? അതെ. ഇനിയും എമൗണ്ട് കുറയ്ക്കാനൊന്നും പറ്റത്തില്ല. ഇപ്പൊ തന്നെ മാർക്കറ്റ് റേറ്റിനേക്കാൾ ഒരുപാട് താഴ്ത്തിയ തന്നിരിക്കുന്നു. എന്നാ പിന്നെ എല്ലാം പറഞ്ഞ പോലെ ഞങ്ങൾ ഇറങ്ങട്ടെ. ആയിക്കോട്ടെ. ആ ഓക്കെ, ശരി. ഓക്കെ. സത്യത്തിൽ ഇപ്പോഴാ വക്കീലെ എന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. ആ പ്രോപ്പർട്ടികൾ വിറ്റ് കാശ് കൈ വന്ന ആ നിമിഷം ഞാനും ജാനറ്റ് ഈ രാജ്യം വിടും. പിന്നീട് ഒരിക്കലും ഇങ്ങോട്ട് തിരിച്ചു വരത്തുമില്ല. ഇത് ഞാൻ റോണിയോട് അങ്ങോട്ട് പറയണമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ഇനിയും ജാനറ്റ് ഇവിടെ കഴിയുന്നത് അപകടമാണ്. ഇവിടെ ഇപ്പോൾ താരയുടെ ഐഡന്റിറ്റിയാണ് ജാനറ്റിനുള്ളത്. എന്തെങ്കിലും കാരണവശാൽ താര തിരിച്ചു വരികയോ മറ്റോ ചെയ്താൽ ആകെ പ്രശ്നമാകും. ആൾമാറാട്ടത്തിനുള്ള ശിക്ഷ എന്താണെന്ന് റോണിയോട് ഞാൻ പ്രത്യേകം പറഞ്ഞു തരേണ്ടതില്ലല്ലോ. എത്രയും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പൊക്കോളാൻ വയ്ക്കില്ല. ആ കാശൊന്ന് കൈ വന്നോട്ടെ. എന്റെ സ്വപ്നം US ആ. അവിടെ ചില ബിസിനസ് പ്രോജക്ട്സ് ഒക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഈ ടെൻഷനിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് സ്വസ്ഥമായിട്ടൊരു ജീവിതം, അതാ എന്റെ സ്വപ്നം. നടക്കും റോണി, എല്ലാം നടക്കും. ഇപ്പോഴത്തെ കാറ്റ് റോണിക്ക് അനുകൂലമാണ്. അപ്പോ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. താങ്ക് യു. എനിക്ക് വക്കീലിനോട് തീർത്താ തീരാത്ത കടപ്പാടുണ്ട്. പണം തന്ന് തീർക്കാവുന്നതല്ലാതെന്ന് എനിക്കറിയാം. എന്നാലും വക്കീലിന് ഞാൻ വലിയൊരു എമൗണ്ട് തരും. വക്കീൽ ഒരിക്കലും ചിന്തിക്കാത്തൊരു തുകയായിരിക്കും അത്. വക്കീലിന്റെ ബുദ്ധി കൊണ്ടാ എനിക്കിപ്പോ ഇതൊക്കെ നടന്നത്. മറക്കാൻ പറ്റില്ല എനിക്കതൊന്നും. ഇഷ്ടപ്പെട്ടവരോടൊത്ത് ജീവിക്കാൻ കഴിയുന്നതാ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. റോണിക്ക് ആ ഭാഗ്യം കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ജാനറ്റിനെ ഞാൻ അത്രയധികം സ്നേഹിക്കുന്നുണ്ട്, എന്റെ ജീവനേക്കാളും ഏറെ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. വീണ്ടും കാണാം. ഓക്കെ.